കോതമംഗലം എം.എ. എഞ്ചിനീയറിംഗ് കോളേജിൽ ജീവനൊടുക്കിയ വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് അരുണാചൽ പ്രദേശ് സ്വദേശി മിച്ചി മർപ്പുവിന്റെ പോസ്റ്റ്മോർട്ടം. വൈകിട്ടോടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. മന്ത്രി റോജി എം ജോൺ ആശുപത്രിയിൽ എത്തി. ജോയ്മോനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോയ്മോൻ, എന്തായാലും നമ്മൾ ഇന്നലെ കേട്ട വലിയ ദാരുണമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടക്കുന്നപ്പോൾ ഏത് രീതിയിലാണ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്? സ്വാതി, കോതമംഗലം എം.എ. എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായ മിച്ചി മാർപ്പുവിനെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നാലെ വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണം ഈ കോളേജിന്റെ നടപടിയിൽ മനംനൊന്താണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥി ജീവനെടുക്കാൻ കാരണമായത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധമൊക്കെ. വലിയൊരു പ്രതിഷേധം കോളേജ് അങ്കണത്തിൽ ഇന്നലെ അരങ്ങേറി. വിദ്യാർത്ഥികളൊരു വലിയ പങ്കാളിത്തം വരെ ഈ പ്രതിഷേധത്തിനുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സമവായത്തിലേക്ക് കോളേജ് അധികൃതരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ ചർച്ചയിൽ ഒരു സമവായത്തിലെത്തുകയും പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഇപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളമായി നടപടികൾ ആരംഭിച്ചിട്ട് ഈ വിദ്യാർത്ഥി, അതായത് മിച്ചി മാർപ്പുവിന്റെ 20 വയസ്സുകാരനായ 3-ാം വർഷ വിദ്യാർത്ഥിയുടെ വീട്ടുകാർ, ബന്ധുക്കൾ അടക്കം ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവരെ കുറച്ച് മുൻപ്, അതായത് ഈ ആശുപത്രിയിലെത്തിയ മന്ത്രി റോജി എം ജോൺ ഈ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളുമായി സംസാരിക്കുകയും ബന്ധുക്കളുമായി സംസാരിക്കുകയും ആശയവിനിമയം ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ ഒരു പ്രതിഷേധത്തിന് കൂടി സാധ്യത ഇനിയും മുന്നോട്ട് നിൽക്കുന്നുണ്ട്. കാരണം പ്രധാനമായും ഈ ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട്, അതായത് നിലവിൽ KTO ചട്ടപ്രകാരം 18 ആയിരുന്നു ക്രെഡിറ്റ് സ്കോർ വേണ്ടിയിരുന്നത്. ഈ വിദ്യാർത്ഥിക്ക് 18-ന് മുകളിൽ, ബിച്ചിക്ക് 18-ന് മുകളിൽ ക്രെഡിറ്റ് സ്കോറും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഈ കുട്ടി ഇയർ ബാക്ക് ആക്കും. അതോടൊപ്പം തന്നെ 1 മാസത്തോളമായി കുട്ടിയെ ക്ലാസ്സിൽ കയറ്റിയിരുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് ജീവനൊടുക്കാൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ചതെന്നുള്ള ആരോപണം ഇപ്പോഴും വിദ്യാർത്ഥികൾ തുടരുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഒരു അപേക്ഷയോ അല്ലെങ്കിൽ കൃത്യമായ അറിയിപ്പുകളോ ഈ ഇയർ ബാക്ക് അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞത് മൂലം കോളേജ് സ്വീകരിച്ച നടപടിയെപ്പറ്റി ഈ കുട്ടിയുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല എന്നൊരു ആരോപണം കൂടി ഉയർന്നിരുന്നു. എന്തായാലും നിലവിൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചു എന്നൊരു, അല്ലെങ്കിൽ ഇന്നലെ നടത്തിയ ചർച്ചയിൽ ചില വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ പരീക്ഷയിലെ ഫീസ് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾ ഉന്നയിച്ചതിൽ പലതും ഈ കോളേജ് മാനേജ്മെന്റുമായി നടത്തിയ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അടക്കമുള്ളവരുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായിരുന്നു. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ടുള്ള, അതായത് 18 KTO ചട്ടം, അതിലേക്ക് ഒരു ധാരണ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. കാരണം അതിന് ഈ കോളേജിന്റെ ബാക്കി ചട്ടപ്രകാരമുള്ള ചർച്ചകളും അല്ലെങ്കിൽ ഈ തീരുമാനങ്ങളൊക്കെ ചേർന്നതിന് ശേഷം മാത്രമേ ഇതിൽ ഉണ്ടാകുക. എന്തായാലും നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ശരി ജോയ്മോൻ, എന്തായാലും മിർച്ചിയുടെ ഇതുപോലെ കഴിഞ്ഞ ദിവസം ആ വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാകുകയും ചെയ്തു. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. മിർച്ചി മാർപ്പുവിന്റെ ആ വിവരങ്ങളാണ് ജോയ്മോൻ നൽകിയത്.